ദൈവം നൈറ്റ് വിജിൽ ശുശ്രൂഷയിലൂടെ അനേകരുടെ ജീവിതത്തിൽ അത്ഭുതകരമായിട്ട് ഇടപെട്ടിട്ടുണ്ട്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ നൈറ്റ് വിജിൽ ശുശ്രൂഷയിൽ പങ്കെടുത്ത് ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച അനേകരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതകരമായിട്ട് ഇടപെട്ടു. അവരുടെ പ്രതിസന്ധിയിലേക്ക് കർത്താവ് കടന്നു വന്നുകൊണ്ട് ദൈവം അവരെ സുഖപ്പെടുത്തിയ സാക്ഷ്യങ്ങളാണ് നമ്മളിപ്പോൾ ശ്രവിക്കുന്നത്. ഈ ശുശ്രൂഷയെ നമ്മളെ സഹായിക്കുന്നത് ശ്രീ ബാബു NV ആണ്. അദ്ദേഹം ഷാലോമിൻ്റെ പ്രയർ മിനിസ്ട്രിയിൽ കർത്താവിന് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തിയാണ്. പ്രിയമുള്ളവരെ, ഓരോ നൈറ്റ് വിജിൽ രാത്രികളും സ്വർഗം തുറന്ന് തൻ്റെ ജനത്തെ കർത്താവ് സന്ദർശിക്കുന്ന അത്ഭുതങ്ങളുടെ രാത്രിയാണ്. പൂ ചോദിച്ചാൽ പൂന്തോട്ടം നൽകുന്ന അത്ഭുതങ്ങളുടെ രാത്രിയാണ് നൈറ്റ് വിജിൽ രാത്രി. ഹല്ലേലൂയ. വലതുകരമത്തി വിശ്വാസത്തോടെ ഹല്ലേലൂയ. സകലരുടെയും കണ്ണുനീരിലേക്ക്, നിലവിളിക്കുന്ന സകല ദൈവ മക്കളുടെ കണ്ണുനീരിലേക്ക് ഈ അത്ഭുതങ്ങളുടെ രാത്രിയിൽ ലോകത്ത് നാം എവിടെയായിരുന്നാലും ഈ ദൈവം കടന്നു വരുന്ന സമയങ്ങളിലൂടെയാണ് നാം കടന്നു പോവുക. ഏകദേശം 30 ലക്ഷത്തിലധികം ദൈവജനമുണ്ട് ഈ നൈറ്റ് വിജിൽ രാത്രിയിൽ ഒന്നിച്ച് ദൈവകൃപ സ്വീകരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിലിരുന്ന് 30 ലക്ഷത്തിലധികം നാം ഈ ഓഡിറ്റോറിയത്തിൽ ഇരിക്കുന്ന ജീവിതങ്ങൾ മാത്രമല്ല, ലോകമെമ്പാടും ലക്ഷക്കണക്കിന് മനുഷ്യർ അത്ഭുതകരമായ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിന് വേണ്ടി രാത്രിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുക, ഒന്നിച്ച് ദൈവത്തെ വിളിക്കുക. ആകയാൽ ഈ രാത്രിയിലും നമ്മുടെ ജീവിതം, വ്യക്തി ജീവിതങ്ങളെ കർത്താവ് തൻ്റെ സമൃദ്ധി കൊണ്ട്, തൻ്റെ അഭിഷേകം കൊണ്ട് അനുഗ്രഹിക്കുന്ന ഒരു സമയത്താണ് നാം കടന്നു പോവുക. വിശ്വസിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറയാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകത്തിൻ്റെ 37:4 നമ്മൾ ഇപ്രകാരം വായിക്കും: കർത്താവിൽ ആനന്ദിക്കുക, അവിടുന്ന് നിന്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരും. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് ഹല്ലേലൂയ. പുറപ്പാടിന്റെ പുസ്തകം 34:10 ദൈവം മോശയോട് ഇപ്രകാരം പറഞ്ഞു: ഇതാ, ലോകത്തൊരു ജനത്തിൻ്റെ ഇടയിലും നടക്കാത്ത വിധത്തിലുള്ള വലിയ അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ്. ലോകത്തൊരിടത്തും ഒരു ജനത്തിൻ്റെ ഇടയിലും നടക്കാത്ത വിധത്തിലുള്ള അത്ഭുതങ്ങൾ നിന്റെ ജനത്തിൻ്റെ ഇടയിൽ ഞാൻ പ്രവർത്തിക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, നമ്മുടെ കഴിഞ്ഞ നാളുകളിലെ, കഴിഞ്ഞ വർഷങ്ങളിലെ ആയുസ്സിൻ്റെ ഈ നിമിഷങ്ങൾ വരെയുമുള്ള ദിനങ്ങളും വർഷങ്ങളും എടുത്ത് ചിന്തിച്ചാൽ ദൈവം എത്രയോ മനോഹരമായി എന്നെ നിങ്ങളെയും വഴി നടത്തിയിരിക്കുന്നു. എന്തുമാത്രം കൃപയും, എന്തുമാത്രം അനുഗ്രഹവും, എന്തുമാത്രം പരിപാലനയുമാണ് സ്വർഗത്തിലെ ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ അനുഗ്രഹങ്ങളെല്ലാം ഓർത്ത് നാം നന്ദി പറയാൻ കടപ്പെട്ടിരിക്കുന്നു. ദൈവം തരാത്തതും ദൈവം നടത്താത്തതുമായിട്ടുള്ള ഒരു ജീവിത അനുഭവങ്ങളും നമ്മുടെ മുമ്പിലില്ല. പ്രിയമുള്ളവരെ, മറ്റൊരു ദൈവിക ചിന്ത ഇതാണ്: ഇസ്രായേൽ ജനം കൂടെ ഈ നന്മകളോർത്ത് നന്ദി പറയുമായിരുന്നു. ദൈവമേ, യഹോവേ, അങ്ങ് നടത്തിയ വഴികളെ ഓർത്ത് ഞങ്ങളിതാ അങ്ങേ ആരാധിക്കുന്നു. മറ്റൊന്ന്, അവർ വിശ്വസിച്ചിരുന്നു, യഹോവ ഇനിയും നടത്തും, സമൃദ്ധി കൊണ്ട് നടത്തും, അത്ഭുതകരമായി നടത്തുമെന്ന് ആ ജനം വിശ്വസിച്ചിരുന്നു. ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കൊന്ന് എഴുന്നേറ്റ് നിന്നാലോ? കർത്താവ് നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും സമൂഹത്തിലും വ്യക്തിപരമായും കർത്താവ് നൽകിയ വഴികളെയെല്ലാം ഒന്ന് ഓർത്തെടുക്കുക. അടുത്ത് നിൽക്കുന്നവരും ചുറ്റും നിൽക്കുന്നവരും ഓർക്കരുത്. പ്രിയമുള്ളവരെ, ലോകത്ത് നിങ്ങൾ എവിടെയാണെങ്കിലും നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലെ, കുടുംബജീവിതത്തിലെ, സമൂഹത്തിലെ ദൈവം ചൊരിഞ്ഞ കൃപകളെ ഓർത്ത് കർത്താവിനൊരു നിമിഷം ഈ സമൂഹത്തോട് ചേർന്ന് 30 ലക്ഷത്തിലധികം വരുന്ന ദൈവജനത്തോട് ചേർന്ന് നന്ദി പറഞ്ഞ് ഒന്ന് ആരാധിക്കുക. ദൈവത്തിൻ്റെ മഹത്വം ഈ രാത്രിയിൽ നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിലും കുടുംബങ്ങളിലും ഇറങ്ങാൻ പോവുകയാണ്. ഇരു കരങ്ങളും ഒന്ന് ഉയർത്താമോ? ഇരു കരങ്ങളും ഉയർത്തി ഉണർവോടെ ഇരു കരം ഉയർത്തി നല്ല ദൈവത്തെ ഒന്ന് ആരാധിച്ചേ, നന്ദി പറഞ്ഞൊന്ന് ആരാധിച്ചേ. ദൈവം നൽകിയ നന്മകളെല്ലാം ഓർത്ത് അതരം തുറന്ന് സ്വരമുയർത്തി യേശുവേ എന്ന് വിളിച്ചേ, ജീവനോടെ വിളിച്ചേ, സ്വരമുയർത്തി സ്വരമുയർത്തി
താളത്തിൽ കരമടിക്കാം, താളത്തിൽ കരമടിക്കാം. കരമൊന്ന് ഉയർത്തിരിക്കാമോ? സന്തോഷത്തോടെ കരം താഴ്ത്തി, കരം താഴ്ത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. കരമൊന്ന് ഉയർത്തിടിക്കാം, കരമൊന്ന് ഉയർത്തി ഉണർവോടെ സന്തോഷത്തോടെ. ഒന്ന് ചലിച്ചുകൊണ്ട് ഇടതേക്ക് വന്ന് കാലം മാറ്റി ചവിട്ടി. ശക്തിയോടെ കരമടിച്ച് കരങ്ങൾ താഴ്ത്തി ഇടത് പറഞ്ഞടിച്ച്. ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ലതാ, ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളോ തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളോ തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. 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 പ്രൈസ് ദ ലോർഡ്. ശാന്തമായിരിക്കാം. പ്രിയമുള്ളവരെ, ധാരാളം കത്തുകൾ ശലോമിൻ്റെ ഓഫീസിൽ നമുക്ക് ലഭിക്കുന്നു. അതിൽ തിരഞ്ഞെടുത്ത ഏതാനും കത്തുകൾ വായിച്ചാണ് കർത്താവിന് നമ്മൾ മഹത്വം കൊടുക്കുക. വിശ്വാസത്തോടെ ഈ സമയങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരുടെ ജീവിതങ്ങളിലും കർത്താവ് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. വിശ്വസിച്ചുകൊണ്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ, സ്വരമേർത്തി പറഞ്ഞേ ഹല്ലേലൂയ. നമുക്ക് കത്തുകൾ വായിച്ച് കർത്താവിന് മഹത്വം കൊടുത്ത് ആരാധിക്കാം. എൻ്റെ പേര് ബീന വർഗീസ്. രാജസ്ഥാനിൽ നിന്നാണ് ഈ കത്ത് എഴുതുന്നത്. 93 വയസ്സുള്ള എൻ്റെ അമ്മ വീണ് കാലൊടിഞ്ഞതിനാൽ ഓപ്പറേഷൻ നടത്തി പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയായിരുന്നു. എന്നാൽ പ്ലാസ്റ്റർ അഴിച്ചപ്പോൾ അമ്മയുടെ കാൽപാദം മുഴുവൻ കറുത്ത് മരച്ചിരുന്നു. പ്ലാസ്റ്റർ മുറുകിപ്പോയതിനാൽ രക്തഓട്ടം ഇല്ലാതെ വന്നതുകൊണ്ടാണ് ഇപ്രകാരം സംഭവിച്ചത്. ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തപ്പോൾ കാൽ മുട്ടിന് താഴെ വെച്ച് മുറിച്ചു നീക്കണമെന്നാണ് ഡോക്ടർ നിർദ്ദേശിച്ചത്. മറ്റൊരു ചികിത്സയുമില്ല. ഞാൻ ശാലോം നൈറ്റ് വിജിലിൽ സാക്ഷ്യപ്പെടുത്താമെന്ന് നേർന്ന് പ്രാർത്ഥന തുടങ്ങി. ഡോക്ടർ പല തീയതികളും മാറി മാറി തന്നെങ്കിലും ഓപ്പറേഷൻ നടന്നില്ല. ഒടുവിൽ ജൂലൈ 21 ഓപ്പറേഷൻ നിശ്ചയിച്ചു. ഞാൻ ശാലോമിലേക്ക് ഫോൺ ചെയ്ത് പ്രാർത്ഥനാ സഹായം ചോദിച്ചു. ദൈവം അത്ഭുതകരമായി ഞങ്ങളുടെ ജീവിതത്തിൽ ഇടപെട്ടു. ജൂലൈ 20 വൈകുന്നേരം ഡോക്ടർ വന്ന് പറഞ്ഞു, എനിക്ക് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുകയില്ല, അമ്മയെ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കൊള്ളുക എന്ന്. ഞങ്ങൾ മാറി മാറി അന്വേഷിച്ചെങ്കിലും ഓപ്പറേഷൻ ചെയ്യില്ല എന്ന് ഡോക്ടർ തീർത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അമ്മയെ വീട്ടിൽ കൊണ്ടുപോയി.
അതിനുശേഷം അമ്മയുടെ കാല് തനിയെ ഉണങ്ങാൻ തുടങ്ങി. വേദനയും ശമിച്ചു. ഇത് മക്കൾക്കെല്ലാവർക്കും ദൈവത്തിലേക്ക് അടുക്കാൻ കാരണമായി തീർന്നു. നല്ലവനായ ദൈവത്തിന് കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, കാല് മുറിച്ച് കളയുകൾ മാത്രമാണ് ഒരു മാർഗമുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അനേകം തീയതികൾ ഓപ്പറേഷൻ കൊടുത്ത് ഡോക്ടർ മാറ്റി വെച്ച് അവസാനം ഓപ്പറേഷൻ ചെയ്യുകയില്ല എന്ന് തീരുമാനത്തിലെത്തുകയാണ്. ഇത് ആ സമയങ്ങളിൽ പ്രിയമുള്ളവർ, മക്കളെല്ലാവരും ശാലോമിലേക്ക് വിളിച്ച് പ്രാർത്ഥന ചോദിച്ചു. നൈറ്റ് വിജിൽ ചേർന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുകയാണ്. ദൈവം അത്ഭുതകരമായ സൗഖ്യം ഈ അമ്മച്ചിക്ക് പ്രദാനം ചെയ്യുക. കരങ്ങളടിച്ച് നല്ല ദൈവത്തിന് നന്ദി പറഞ്ഞ് അവിടുത്തെ ആരാധിക്കാം. കരമടിക്കാമോ? മാറാത്ത മിത്രമേശു, ജയ് ജയ് ഹല്ലേലൂയ. സൗഖ്യദായകനേശു, ഹോസാന ഹല്ലേലൂയ. മാറാത്ത മിത്രമേശു, ജയ് ജയ് ഹല്ലേലൂയ. ഹോസാന ഹോസാന, ജയ് ജയ് ഹല്ലേലൂയ. സ്തോത്രം യേശുവിനെ. മഹത്വവും എല്ലാ പുകഴ്ചയും ഏകരക്ഷകനല്ലോ. ഹോസാന ഹോസാന, ജയ് ജയ് ഹല്ലേലൂയ. സ്തോത്രം യേശുവിനെ. മാനം മഹത്വവും എല്ലാ പുകഴ്ചയും ഏകരക്ഷകനല്ലോ. ജെറമ്യ പ്രവചനത്തിൻ്റെ 32-ാം അധ്യായം അതിൻ്റെ 17-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കും. ദൈവമായ കർത്താവേ, അങ്ങാണല്ലോ ശക്തമായ കരം നീട്ടി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ചത്. ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല, ഒന്നും അങ്ങേക്ക് അസാധ്യമല്ല. ദൈവത്തിൻ്റെ അവർണ്ണനീയമായ അതുല്യമായ ശക്തിയെ വർണ്ണിച്ചുകൊണ്ട് ജെറമ്യ പറയുക, അങ്ങാണ് ഇതെല്ലാം സൃഷ്ടിച്ചത്, അങ്ങേക്കൊന്നും അസാധ്യമല്ല. എല്ലാം തീർന്നു വന്ന് ചിന്തിക്കുന്നവര്, നൈറ്റിൽ രാത്രിയിൽ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഒരു തമ്പുരാന്റെ ദൂതാണിത്. ജെറമ്യ 32:17. അവിടുത്തേക്കൊന്നും അസാധ്യമല്ല. നിന്റെ വ്യക്തി ജീവിതത്തിൽ, കുടുംബത്തിൽ, സമൂഹത്തിൽ നീ വിചാരിക്കുന്നു എല്ലാം തീർന്നുവെന്ന്. പ്രിയമുള്ളവരെ, അപ്രകാരം അസാധ്യതകളിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ ഒരു വീര്യപ്രവൃത്തിയുടെ സാക്ഷ്യമാണ് നാം വായിക്കുക. മാവേലിക്കരയിൽ നിന്ന് മറിയാമ തോമസ് എഴുതിയ കത്താണിത്. എൻ്റെ മകന് വേണ്ടിയാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ മകൻ വിസിറ്റിംഗ് വിസായിൽ ദുബായിൽ ജോലി അന്വേഷിച്ചു പോയിരുന്നു. അവൻ നിരാശനായി മടങ്ങി വരാൻ ഇടയാകരുതെന്ന് ജനുവരി മാസത്തെ നൈറ്റ് വിജിലിൽ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അത്ഭുതമെന്ന് പറയട്ടെ, ജനുവരി മാസത്തിൽ തന്നെ മകന് വിസയും ജോലിയും ലഭിച്ചു. ദൈവത്തിന് 1000 നന്ദി അർപ്പിക്കുന്നു. പ്രിയമുള്ളവരെ, നോക്കുക, ഈ കാലഘട്ടങ്ങളിൽ ഗൾഫ് രാജ്യങ്ങളിൽ, അറബി നാടുകളിൽ അനേകം വ്യക്തികൾ ജോലി നഷ്ടപ്പെട്ട് കണ്ണീരിൻ്റെ വക്കിലിരിക്കുന്നതിൻ്റെ കത്തുകൾ ധാരാളം, കോളുകൾ ധാരാളം, റിക്വസ്റ്റുകൾ ധാരാളം കേൾക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ഇടയിലും നമ്മുടെ സമൂഹത്തിലും അങ്ങനെ വളരെ മനുഷ്യരെ പ്രതീക്ഷ നഷ്ടപ്പെട്ടവരുണ്ട്. പ്രിയപ്പെട്ടവർ, നാം കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ആമോസ് പ്രവചനത്തിൻ്റെ 9-ാം അധ്യായം 11-ാം തിരുവചനം, അവിടെ കഥാവ് ഇപ്രകാരം പറയാണ്, അന്ന് ദാവീദിൻ്റെ വീണുപോയ കൂടാരത്തെ ഞാൻ വീണ്ടും ഉയർത്തും. വീണ്ടും ഉയർത്തുന്നവനാണ് ദൈവം, അടഞ്ഞ വഴികൾ തുറക്കുന്നവനാണ് ദൈവം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ നല്ല ദൈവത്തെ കരമടിച്ച് നന്ദി പറഞ്ഞ് അവിടുത്തെ ആരാധനകൾ അർപ്പിക്കാം. നമ്മൾ ദൈവം നല്ലവൻ എന്നീശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എത്ര നല്ലവൻ എന്നീശുനായകൻ, ഏതു നേരത്തും നടത്തിയിടുന്നവൻ. എണ്ണിയാൽ തീരാത്ത നന്മകൾ ചെയ്തവൻ, നമ്മെ സ്നേഹിച്ചവൻ. ഹല്ലേലൂയ.
കണ്ണൂരിൽ നിന്ന് മേരി എന്ന സഹോദരി എഴുതിയ കത്താണ് നാം വായിക്കുക. എൻ്റെ പേര് മേരി. കണ്ണൂരിൽ നിന്നാണ് ഈ കത്തെഴുതുന്നത്. ഞങ്ങളുടെ മകൾ UK-യിൽ നഴ്സായി ജോലി ചെയ്യുന്നു. മകൾ ഡ്രൈവിംഗ് പഠിച്ച് ലൈസൻസ് ടെസ്റ്റിന് 4 പ്രാവശ്യം അറ്റൻഡ് ചെയ്തെങ്കിലും ഓരോ പ്രാവശ്യവും ചെറിയ കാരണങ്ങളാൽ പരാജയപ്പെട്ടു. ഫെബ്രുവരി മാസത്തിലെ നൈറ്റ് വിജിലിൽ ഈ നിയോഗത്തിനായി ഞാൻ പ്രാർത്ഥനാ സഹായം ചോദിച്ചിരുന്നു. ഫെബ്രുവരി 16 നടന്ന ടെസ്റ്റിൽ മകൾ പാസ്സാവുകയും ലൈസൻസ് കിട്ടുകയും ചെയ്തു. പ്രാർത്ഥന കേട്ട് അനുഗ്രഹിച്ച ദൈവത്തിന് 1000 നന്ദി. പ്രിയമുള്ളവരെ, പ്രഭാഷകന്റെ പുസ്തകം 2:6 പറയുന്നു, കർത്താവിൽ ആശ്രയിക്കുക, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. പ്രിയപ്പെട്ടവരെ, അനേകം തവണ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി ടെസ്റ്റ് ചെയ്തു, അതെല്ലാം പരാജയപ്പെട്ടു. ജനുവരി മാസത്തെ ആദ്യ ആഴ്ചയിൽ ഷാലോമിലേക്ക് പ്രാർത്ഥന ചോദിച്ചു. 16-ാം തീയതി ആയപ്പോഴത്തേക്കും ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി ലൈസൻസ് എടുക്കുവാനായിട്ട് കർത്താവ് ഈ സഹോദരിയെ സഹായിക്കുക. കരങ്ങളടിച്ച് ഗാനമാലപിച്ച് നന്ദി പറഞ്ഞ് അവിടത്തേക്ക് മഹത്വം കൊടുക്കാം. സന്തോഷത്തോടെ കരമുയർത്തിയടിക്കുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൻ്റെ 17-ാം അധ്യായം 1-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരമാണ് വായിച്ചു തുടങ്ങുക. അബ്രാമിന് 99 വയസ്സായപ്പോൾ ദൈവം അവന് പ്രത്യക്ഷനായി അവനോട് അരുളി ചെയ്തു, അബ്രാം, നീ എൻ്റെ മുമ്പിൽ വ്യാപരിക്കുക, കുറ്റമറ്റവനായിരിക്കുക, ഞാൻ സർവശക്തനായ ദൈവമാണ്. ഇങ്ങനെ തൻ്റെ ശക്തിയെക്കുറിച്ചെല്ലാം വർണ്ണിച്ച ദൈവം അവനോടൊരു കാര്യം പറയുകയാണ്, അബ്രാം, ഇതാ ഞാൻ നീയുമായിട്ട് ഒരു ഉടമ്പടി ചെയ്യാൻ പോവുകയാണ്, നിനക്ക് ധാരാളം സന്താനങ്ങളെ തരാൻ പോവുകയാണ്. 99 വയസ്സായ അബ്രാമിനോട് ദൈവം പറഞ്ഞ വചനമാണ് നമ്മളത് കേൾക്കുക. പ്രിയപ്പെട്ടവരെ, ഹെബ്രായ ലേഖനത്തിൽ വരുമ്പോൾ നമ്മൾ ഈ വചനത്തിൻ്റെ കൂടുതൽ ആഴം കാണുകയാണ്. ഹെബ്രായ ലേഖനത്തിൽ അബ്രാഹാം ഇങ്ങനെ ചിന്തിക്കുകയാണ്, തൻ്റെ ശരീരം വ്രതപ്രായമായിരിക്കുന്നു, സാറായുടെ ഉദരം വന്ധ്യമായി കഴിഞ്ഞിരിക്കുന്നു, ഇനി എവിടെ നിന്ന് തനിക്ക് മക്കളെ ലഭിക്കുമെന്ന് അവൻ ചിന്തിച്ചു എന്നല്ല, അവൻ അങ്ങനെ ചിന്തിച്ചു, പക്ഷേ അവൻ ദൈവത്തിൽ വിശ്വസിച്ചു. അസാധ്യങ്ങളുടെ മുമ്പിൽ സാധ്യതകളെല്ലാം അടഞ്ഞുവെന്ന് ചിന്തിക്കുന്ന മനുഷ്യർ ഈ രാത്രിയിൽ നൈറ്റ് വിജിൽ ദൈവത്തിൻ്റെ കൃപയ്ക്കും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനുമായി കാത്തിരിക്കുന്നവരുണ്ട്. അവരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറയുകയാണ്, മക്കളെ വീണ്ടും വിശ്വസിക്കണം, വീണ്ടും ആരാധിക്കണം. നിരാശയല്ല, വിശ്വാസമാണ് അത്ഭുതങ്ങളുടെ താക്കോൽ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. സന്താനമില്ലാതിരിക്കെ അവൻ വിശ്വസിച്ചു, ദൈവത്തിനെല്ലാം സാധ്യമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, അനേകം മക്കളെ ലഭിച്ച, സന്താനങ്ങളെ ലഭിച്ചതിൻ്റെ സാക്ഷി വിവരണങ്ങൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അതിന് തിരഞ്ഞെടുത്ത ഒരു കത്ത് മാത്രമാണ് നമ്മളിപ്പോൾ വായിക്കുക. ഖത്തറിൽ നിന്ന് ജിറ്റ്സി സോജൻ എഴുതിയ കത്താണിത്. എൻ്റെ വിവാഹം കഴിഞ്ഞിട്ട് 2.5 വർഷമായിട്ട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നില്ല. സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ നൈറ്റ് വിജിൽ കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 2013 ഒക്ടോബറിലെ നൈറ്റ് വിജിലിൽ ഞാൻ ഈ നിയോഗം വെച്ച് കരഞ്ഞു പ്രാർത്ഥിച്ചു. പിറ്റേ മാസം തന്നെ ഞാൻ പ്രഗ്നൻ്റായി. 2014 ജൂലൈയിൽ ഒരു ആൺകുഞ്ഞിനെ നൽകി ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. ഞാനിപ്പോൾ 2ാമതും പ്രഗ്നൻ്റാണ്. ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. ഹല്ലേലൂയാ. പൂ ചോദിച്ചാൽ പൂന്തോട്ടം കൊടുക്കുന്നവനാണ് ആര്? നമ്മുടെ കർത്താവ്. കരമടിച്ച് നല്ല ദൈവത്തെ ആരാധിച്ചേ, നന്ദി പറഞ്ഞ് ആരാധിച്ചേ.
സന്തോഷത്തോടെ. തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. ദൈവം തന്നു എല്ലാം ദൈവത്തെ ആരാധിക്കാം. ദൈവം ഉയർത്തി നമ്മെ ദൈവത്തെ ആരാധിക്കാം. വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. താളമേളത്തോടെ വാദ്യഘോഷത്തോടെ ആടി പാടി നമ്മൾ ദൈവത്തെ ആരാധിക്കാം. ഫ്ലോറിഡയിൽ നിന്ന് റോഷ്നി എന്ന സഹോദരി എഴുതിയ കത്താണിത്. എൻ്റെ പേര് റോഷ്നി. ഫ്ലോറിഡയിൽ നിന്നാണ് ഈ കത്തെഴുതുന്നത്. എൻ്റെ മകൻ സെക്കൻഡ് MBBS പരീക്ഷ കഴിഞ്ഞപ്പോൾ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. കഴിഞ്ഞ 2 നൈറ്റ് വിജിലുകളിൽ ഞാൻ മകനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. ദൈവത്തിൻ്റെ ഇടപെടൽ മൂലം മകൻ എല്ലാ വിഷയത്തിനും ജയിച്ചു. അനുഗ്രഹിച്ച ദൈവത്തിന് നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. യെശയ്യാ പ്രവചനം 44:3 നമ്മൾ ഇപ്രകാരം വായിക്കും: വരണ്ട ഭൂമിയിൽ ജലവും ഉണങ്ങിയ നിലത്ത് അരൂപികളും ഞാൻ ഒഴുക്കും. നിന്റെ സന്തതികളുടെ മേൽ എൻ്റെ ആത്മാവും നിന്റെ മക്കളുടെ മേൽ എൻ്റെ അനുഗ്രഹവും വർഷിക്കും. പ്രിയമുള്ളവരെ, ധാരാളം കുഞ്ഞുങ്ങൾ പരീക്ഷയ്ക്കായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നു. ചിലർ എഴുതിയ പരീക്ഷയിൽ ജയിക്കുമോ പരാജയപ്പെടുമോ എന്ന് വിചാരിച്ച് ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. കുഞ്ഞുങ്ങളെക്കാൾ അധികമായി മാതാപിതാക്കൾ കുഞ്ഞുങ്ങളുടെ പരീക്ഷാ വിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ആകുലപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഓർത്തുകൊള്ളുക, ദൈവം അനുഗ്രഹം വർഷിക്കുന്നവനാണ്. അനുഗ്രഹം വർഷിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളെയും നമ്മുടെ തലമുറകളെയും എല്ലാം അനുഗ്രഹിക്കുന്നവനാണ്. കരമുയർത്തി ഒന്ന് സ്വതന്ത്രമായി സ്തുതിച്ച് നന്ദി പറഞ്ഞ് കർത്താവിനെ ആരാധിക്കാം. കരമടിച്ച് സർവശക്തനു പാടി സ്തോത്രം ചെയ്യുവിൻ. സർവശക്തനു പാടി സ്തോത്രം ചെയ്യുവിൻ. നല്ലവനല്ലോ ദയ എന്നുമുള്ളത്, അവൻ നല്ലവനല്ലോ ദയ എന്നുമുള്ളത്. അമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം. കർത്താവിൻ നാമം വാഴ്ത്തിടാം. അമ്പേരിൻ താളത്തോടെ കൈത്താളമേളത്തോടെ കർത്താവിനെ സ്തുതിച്ചിടാം. കർത്താവിൻ നാമം വാഴ്ത്തിടാം. യെശയ്യാ പ്രവചനത്തിൻ്റെ 65:24 നമ്മളിപ്രകാരം വായിക്കും: വിളിക്കും മുമ്പേ ഞാൻ അവർക്ക് ഉത്തരമരുളും, പ്രാർത്ഥിച്ചു തീരും മുമ്പേ ഞാനത് കേൾക്കും. പ്രാർത്ഥിച്ചു തീരും മുമ്പേ കേൾക്കുന്ന ദൈവം ഈ രാത്രിയിൽ ഉറക്കമില്ലാത്തവനായി. നമ്മുടെ ദൈവം ഒരിക്കലും ഉറങ്ങുകയില്ല എന്ന് 121 സങ്കീർത്തനം 3 നമ്മൾ വായിക്കും. ഉറക്കമില്ലാത്ത ദൈവം നിന്റെ പ്രാർത്ഥനകൾക്കെല്ലാം മറുപടി തരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. പ്രാർത്ഥിച്ചു തീരും മുമ്പേ പ്രാർത്ഥന കേട്ട് അനുഗ്രഹം സിദ്ധിച്ചതിൻ്റെ ഒരു സാക്ഷ്യമാണ് നാം വായിക്കുക. തൃശ്ശൂരിൽ നിന്ന് ഡെയ്സി എഴുതിയ കത്താണിത്. എൻ്റെ മകൾക്ക് വേണ്ടിയാണ് ഈ കത്ത് എഴുതുന്നത്. മകൾ ഗൾഫിൽ ഭർത്താവുമൊത്ത് താമസിക്കുന്നു. എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണെങ്കിലും നല്ലൊരു ജോലി ഇതുവരെയും ലഭിച്ചിരുന്നില്ല. മകൾക്ക് ജോലി കിട്ടാൻ ഞാൻ ആത്മാർത്ഥമായി കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി മാസത്തിൽ ഷാലോമിൽ വിളിച്ച് പ്രാർത്ഥനാ സഹായം ചോദിച്ചപ്പോൾ 3-ാം തീയതിയിലെ ജാഗരണ പ്രാർത്ഥനയിൽ ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. നൈറ്റ് വീൽ സമയത്ത് ഞാനും മകളും ഭർത്താവും കരഞ്ഞു പ്രാർത്ഥിച്ചു. അത്ഭുതമെന്ന് പറയട്ടെ, പിറ്റേ ശനിയാഴ്ച മകളെ നല്ല ഒരു കമ്പനിയിൽ നിന്ന് ഇൻ്റർവ്യൂവിന് വിളിക്കുകയും ആഗ്രഹിച്ചതിനേക്കാൾ നല്ലൊരു ജോലി ലഭിക്കുകയും ചെയ്തു. നിലവിളി കേട്ട് അനുഗ്രഹിച്ച നല്ല ദൈവത്തിന്
കോടാനുകോടി നന്ദിയും സ്തുതിയും അർപ്പിക്കുന്നു. നൈറ്റ് വിജിൽ കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ കർത്താവ് അത്ഭുതകരമായി ഈ കുടുംബത്തിൽ ഇടപെട്ട് അനുഗ്രഹിച്ചവരെ ഉയർത്തിയിരിക്കുകയാണ്. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് കർത്താവിന് മുഴുവൻ മഹത്വം കൊടുത്ത് അവിടുത്തെ ആരാധിക്കാം. ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. ദൈവം നമ്മെ നിർത്തിയതാ, നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. നമുക്കൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. പ്രിയപ്പെട്ടവരെ, 30 ലക്ഷത്തിലധികം വ്യക്തികൾ, കുടുംബങ്ങൾ ഈ രാത്രിയിൽ ഈ കൂട്ടായ്മയോട് ആത്മീയമായി ചേർന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് നിയോഗത്തോടെയാണോ ഈ ഷാലോം കോമ്പൗണ്ടിൽ കാലുകുത്തിയോ, നിശ്ചയമായും നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായി ഈ രാത്രി ഒരു രൂപാന്തരീകരണത്തിൻ്റെയും അത്ഭുത വിടുതലിൻ്റെയും രാത്രിയെ തീരുമെന്ന് വിശ്വസിക്കുക. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ കുറഞ്ഞ സമയം ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രിയമുള്ളവരെ, നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹത്തിൻ്റെ ഒരു സ്രോതസ്സ്. എബ്രായ ലേഖനം 7:25 നമ്മൾ ഇപ്രകാരം വായിക്കും: എന്നേക്കും ജീവിക്കുന്നവനായ അവിടുന്ന് നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നു. പിതാവിൻ്റെ വലതുഭാഗത്തിരുന്ന് യേശു ക്രിസ്തു ലോകത്തിന് വേണ്ടി നമുക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുക. ഈ രാത്രിയിൽ ഈ അഭിഷേകത്തോട് നമ്മൾ ചേരുകയാണ്. പ്രിയമുള്ളവരെ, ഈ രാത്രിയിൽ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന വിശ്വാസപൂർവ്വം കണ്ണുകളടച്ചിരുന്ന വിഷയം പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട 30 ലക്ഷം ജീവിതങ്ങൾ ഒന്നിച്ച് ഈ രാത്രിയിൽ പ്രാർത്ഥിക്കുമ്പോൾ എന്തുമാത്രം വിസ്ഫോടനകരമായ അത്ഭുത അഭിഷേകം സംഭവിച്ചുകൊണ്ടിരിക്കും നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളറിയാതെ നിങ്ങളുടെ കുടുംബങ്ങളിൽ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നിങ്ങളുടെ സമൂഹങ്ങളിൽ നിങ്ങൾ എന്ത് നിയോഗത്തോടെ വന്നോ അവിടങ്ങളിലേക്കെല്ലാം ദൈവത്തിൻ്റെ ദൂതന്മാർ പാളയമടിച്ചു കഴിഞ്ഞിരിക്കുക. വിശ്വസിക്കുക, നിങ്ങളുടെ നിയോഗങ്ങളുടെ മേൽ ദൈവം ഈ രാത്രി തൻ്റെ കരം വെച്ച് കഴിഞ്ഞിരിക്കുക. കരം അല്പം ഉയർത്തിപ്പിടിച്ച് ചൊല്ലിത്തരുന്ന പ്രാർത്ഥന വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ദൈവം നമുക്കായി തന്ന ഈ മിനിസ്ട്രിയെ, ഷാലോമിനെ സ്നേഹിച്ച് ഈ രാത്രിയിൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുക. കരം അല്പം ഉയർത്തിപ്പിടിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ യേശുവേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. കർത്താവായ ദൈവമേ, ഷാലോം ശുശ്രൂഷകളെ ഓർത്ത് ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ദൈവജനത്തിൻ്റെയും തിരുസഭയുടെയും ഉണർവിനായി ഷാലോം ശുശ്രൂഷ ലോകത്തിന് അങ്ങ് വെളിപ്പെടുത്തിയതിന് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. കർത്താവായ ഈശോയെ, ഷാലോം ശുശ്രൂഷയുടെ നേതൃത്വത്തിലേക്ക് അങ്ങ് വിളിച്ചിട്ടുള്ള എല്ലാ ജീവിതങ്ങളെയും അനുഗ്രഹിക്കണമേ, അഭിഷേകം ചെയ്യണമേ. ഷാലോമിന്റെ എല്ലാ ശുശ്രൂഷകളെയും ഈ രാത്രിയിൽ വീണ്ടും അഭിഷേകം ചെയ്യണമേ. ഷാലോം ടെലിവിഷന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ജനകോടികൾക്ക് അനുഗ്രഹമായി ഷാലോം ടിവിയെ വീണ്ടും അഭിഷേകം ചെയ്യണമേ. ഷാലോം പ്രസിദ്ധീകരണങ്ങളെ വീണ്ടും അനുഗ്രഹിക്കണമേ. സൺഡേ ഷാലോമിനെ, ഷാലോം ടൈംസിനെ, സോഫിയ പ്രസിദ്ധീകരണങ്ങളെ അനുഗ്രഹിച്ചുയർത്തണമേ, അഭിഷേകം ചെയ്ത് ഉയർത്തണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, ഷാലോമിനോട് ചേർന്ന്
അധ്വാനിക്കുന്ന ലോകമെമ്പാടുമുള്ള സകല ജീവിതങ്ങളെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. ഷാലോം ടിവിയെ പ്രേക്ഷക ഹൃദയങ്ങളിൽ എത്തിക്കുന്ന DTH നെറ്റ്വർക്കുകാർക്ക് വേണ്ടി, കേബിൾ ഓപ്പറേറ്റേഴ്സിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ശാലോം ശുശ്രൂഷകളിൽ വീണ്ടും നിറയണമേ. ഹല്ലേലൂയ. ഇരു കരങ്ങളെയും എടുത്തുയർത്തി പ്രിയപ്പെട്ടവരെ, അത്ഭുതകരമായി കർത്താവ് ഈ കാലഘട്ടങ്ങളിൽ തിരുസഭയ്ക്ക്, ദൈവജനത്തിന്, കുടുംബങ്ങൾക്ക് അനുഗ്രഹമാക്കി വാഴ്ത്തിയ ഉയർത്തിയ തമ്പുരാന്റെ കരമുയർന്നു നിൽക്കുന്ന വിസ്മയകരമായ ഈ ശുശ്രൂഷയെ ഹൃദയത്തിൽ ഇതാ 30 ലക്ഷത്തോളം ജനത്തോട് ചേർത്ത് നമ്മൾ പിടിക്കുകയാണ്. ലോകത്തിലെ അനേകം രാജ്യങ്ങളിൽ ഇതാ ഈ ശുശ്രൂഷ കർത്താവ് നട്ട് നനച്ച് വളർത്തിക്കഴിഞ്ഞിരിക്കുന്നു. എല്ലാ ശുശ്രൂഷകളെ ഉയർത്തിക്കൊണ്ട് കർത്താവിൻ്റെ അഭിഷേകം നിറയാൻ വേണ്ടി സ്വതന്ത്രമായി നമുക്കൊന്ന് കർത്താവിനെ ആരാധിക്കാം, സ്തുതിക്കാം. യേശുവേ എന്ന് വിളിച്ച് പ്രാർത്ഥിക്കാമോ? യേശുവേ. കരമടിച്ച് വീണ്ടും ഒരു പന്തക്കുസ്താദാസർക്കേകളെ, വീണ്ടും ജന്മം ദാസർക്കേകളെ പാവനറുകായേ. വീണ്ടും ഒരു പന്തക്കുസ്താദാസർക്കേകളെ, വീണ്ടും ജന്മം ദാസർക്കേകളെ പാവനറുകായേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. അഗ്നിയഭിഷേകം, അഗ്നിയഭിഷേകം, പുത്തനഭിഷേകം നൽകൂ പരിശുദ്ധാത്മാവേ. പ്രിയമുള്ളവരെ, കണ്ണുകൾ അടച്ച് കരങ്ങളൊന്ന് ക്രൂശിതന്റെ കരത്തോട് ചേർത്ത് ഉയർത്തിപ്പിടിക്കുക. 7 വൻകരങ്ങളെയും ഒന്ന് വിശ്വാസത്തിൽ കണ്ടുകൊണ്ട് നമ്മൾക്ക് പ്രാർത്ഥിക്കാം. 750 കോടി ജനം സകല നാമങ്ങളും ഏറ്റുപറയണം. യേശു മാത്രമാണ് ഏക രക്ഷകന്. അവൻ്റെ നാമത്തിന് മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും അടങ്ങട്ടെ. എല്ലാ വൻകരകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകത്ത് വീണ്ടും സുവിശേഷത്തിന് വേണ്ടി അത്ഭുതകരമായ വാതിലുകൾ ഇതാ തുറക്കുകയാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. 7 വൻകരകൾക്ക് വേണ്ടി, 750 കോടി ജനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് ഏകരക്ഷകനെന്ന്, ലോകരക്ഷകനെന്ന് സർവ്വ ജനങ്ങളും അറിയട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, തിരുസഭയ്ക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വീണ്ടും ഒരു അഭിഷേകം, വീണ്ടും ഒരു പന്തക്കുസ്ത തിരുസഭയ്ക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, എല്ലാ അഭിഷിക്തർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അഭിഷേകം ചെയ്യണമേ, തിരുസഭയെ ഉണർത്തണമേ. ഹല്ലേലൂയ. കർത്താവായ യേശുവേ, നൈറ്റ് വിജിലിനോട് ചേർന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ജീവിതങ്ങളെയും ഈ രാത്രിയിൽ സന്ദർശിക്കണമേ, അനുഗ്രഹിക്കണമേ. എല്ലാ രോഗികളെയും, എല്ലാ തകർച്ചയിലൂടെ കടന്നു പോകുന്ന എല്ലാ ജീവിതങ്ങളെയും അവർ സന്ദർശിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇരു കരങ്ങളെയും ഉയർത്തി സ്വന്തമായി കർത്താവിനെ സ്തുതിച്ച് പ്രാർത്ഥിക്കുകയാണ്. അതിനെ തുറന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രാർത്ഥിക്കട്ടെ, പ്രാർത്ഥിക്കട്ടെ, നിലവിളിച്ച് പ്രാർത്ഥിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും നാഥനുമായി ഉദ്ഘോഷിക്കട്ടെ. നമ്മുടെ കർത്താവിനെ ഇനി എല്ലാവരും രക്ഷകനും